വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പിള്ളയാണെങ്കിൽ ആദ്യം പൊന്നിയെ ശാന്തയെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അന്നേരം കിട്ടുന്നില്ല. തുടർന്ന് നൂറിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രാഘവനേരും പറയുന്നുണ്ട്. തുടർന്ന് നൂറിനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ബെല്ല് കേട്ടുകൊണ്ട് നൂറാണെങ്കിൽ പുറത്തേക്ക് വന്ന് നിന്ന് സംസാരിക്കുന്നുണ്ട്. അന്നേരം എന്തായി കാര്യങ്ങൾ, എനിക്കും അറിയണം രാഘവേട്ടനും അറിയണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആദ്യത്തെ റൗണ്ട് മത്സരം കഴിഞ്ഞു. അതിൽ ജയിച്ചത് സത്യാമ്മയും ശാരദാമ്മയാണെന്ന് പൊന്നി നൂറ് പറയുമ്പോൾ പിള്ളയാണെങ്കിൽ അത് രാഘവൻ നായരോട് പറയുന്നുണ്ട്. അന്നേരം എടോ തനിക്ക് ബുദ്ധിയില്ലേ, താനതങ്ങോട്ട് സ്പീക്കറിലിട്, ചില നേരത്ത് തനിക്ക് ഒട്ടും വകതിരിവില്ല, എനിക്കിവിടെ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് അന്നേരം പിള്ളയാണെങ്കിൽ സ്പീക്കറിൽ ഫോൺ ഇട്ടിട്ട് രാഘവൻ നായരുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. ഇനി നേരിട്ട് പറഞ്ഞോ മോളെ എന്ന് പറയുമ്പോൾ അതെ നേരിട്ട് തന്നെ പറഞ്ഞോ, ഇല്ലെങ്കിൽ അയാൾ അവിടെ എവിടെയൊന്നും പറയില്ല എന്ന് രാഘവൻ നായരും പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട് ഇനി സത്യാമ്മയും ശാരദാമ്മയും തമ്മിലാണ് അവസാന മത്സരം നടക്കുന്നത്. മത്സരം നടക്കുന്നേ ഉള്ളൂ. പരമ്പരാഗതമായ കേരള ഫുഡാണ് ഉണ്ടാക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്തായെന്ന് വിളിച്ചു പറയാം എന്നിങ്ങനെ നൂറ് പറയുമ്പോൾ രാഘവൻ നായരുടെ മുഖം അങ്ങ് മാറുകയാണ്. വേണ്ട മോളെ, ഇനിയിപ്പോൾ പറയണമെന്നില്ല, അതൊക്കെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, കട്ടാക്കിക്കോടോ എന്ന് പറയുകയാണ് പിള്ളയോട്. തുടർന്ന് രാഘവൻ നായർക്ക് ആകെ വിഷമാവുന്നുണ്ട്. അന്നേരം നൂറ് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം പിള്ള ചോദിക്കുന്നുണ്ട് മത്സരം കഴിയാതെ എന്തിനാ ഇങ്ങനെ വിധി നിർണ്ണയിക്കുന്നതെന്ന്. എടോ അത് തനിക്ക് ശാരദാമ്മയെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. പരമ്പരാഗതമായ കേരള ഫുഡ് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ശാരദാമ്മയെ വെല്ലാനായിട്ട് കേരളക്കരയിൽ ആരും ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത്. അവരുടെ ആ ഒരു കൈപ്പുണ്യം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ ഹോട്ടലിൽ പിന്നെ ഒഴിയാത്തത്. ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ചമ്മന്തിക്ക് വരെ എന്ത് രുചിയാണെന്നറിയാമോ. ഒരു പാചകം ഒരു കലയാണ്. ഒരു വറ്റൽമുളക് പൊടിച്ചിടുന്നതിനും ഒരു കറിവേപ്പില ഇടുന്നതിനും കടുക് പൊട്ടിക്കുന്നതിനും ഒക്കെ അതിൻ്റേതായ താളവും ബോധവും ഒക്കെയുണ്ട്. അവർ ഭക്ഷണം അങ്ങോട്ട് വായിൽ വെക്കുമ്പോഴേ നമുക്കറിയാം അതുണ്ടാക്കിയ അവരുടെ കൈപ്പുണ്യം എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം പിള്ള അത് കേട്ട് നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷവും പിള്ള പറയുന്നുണ്ട് പ്രതീക്ഷ കൈവിടേണ്ട സാറേ എന്നാ ശാന്ത ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒന്ന് പോടോ അവിടെ നോപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അന്നേരം പിള്ള പിടിക്കുന്നുണ്ട്. ഇനിയുള്ള മത്സരമൊക്കെ എനിക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ അകത്തേക്ക് കയറിപ്പോവുകയാണ്. അന്നേരം ഭഗവാനെ രക്ഷിക്കണേ, സത്യാമ്മയെ കൈവിടല്ലേ, എന്ത് വഴിപാട് വേണമെങ്കിലും നൽകാമേ എന്നൊക്കെ പിള്ള പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേസമയം അവിടെ പാചക മത്സരമൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. സത്യഭാമയും ശാന്തയും കൂടി കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ശാരദാമ്മയും അവിടെ ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട് അല്ല അമ്മ ഉണ്ടാക്കുന്നതും സത്യാമ്മ ഉണ്ടാക്കുന്നതിന് ഒരേ ടേസ്റ്റ് ആയിരിക്കുമല്ലേ എന്ന്. അന്നേരം അതെന്താന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മയിൽ നിന്നും പഠിച്ചു കൊണ്ടുപോയ വിദ്യയല്ലേ ശാന്തേച്ചി അവിടെ പ്രയോഗിക്കുന്നത്, മത്സരം രണ്ടാണെങ്കിലും കളരി ഒന്നല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നീ അതൊക്കെ കുരുമുളക് ചതച്ചതും ഇഞ്ചിയും കുരുമുളകും കൂടി ചതച്ചെടുത്തുകൊണ്ട് പോകാമെന്ന് പറയുകയാണ്. അന്നേരം ശ്യാമയുടെ കയ്യിൽ ഈ ഡപ്പ രണ്ടും ഇരിക്കുകയാണ്. തുടർന്നും ശ്യാമ ചോദിക്കുന്നുണ്ട് അല്ല അമ്മയുടെ പിന്നെ ഇഷ്ടതായ മല്ലിയിലേക്ക് റോളൊന്നും ഇല്ലേ എന്ന്. അന്നേരം പേരിനും വേണ്ടി രണ്ടുമൂന്നെണ്ണം എതിർത്തെടുത്തോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം അവിടെ സത്യഭാമയാണെങ്കിൽ ശാന്തയോട് പറയുന്നുണ്ട് ഞാൻ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്, മുളക് ചമ്മന്തിയുടെ കാര്യം നോക്ക്, ഇപ്പം പുളിയും കൂടി മുളക് ചുട്ട് തന്നെ അരയ്ക്കണമെങ്കിൽ നാടൻ ടേസ്റ്റ് വരും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിൻ്റെ കാര്യം നോക്കിക്കോളാം, സത്യമ്മ ബാക്കി നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ഈ ശാന്തയാണെങ്കിൽ ആ ഒരു പപ്പടം കുത്തിയിൽ വെച്ചിട്ട് കമ്പിയിൽ വെച്ചിട്ട് ഉള്ളിയും മുളകും കൂടി ഇങ്ങനെ തീയിൽ കാണിച്ചുട്ടെടുക്കുന്നുണ്ട്. അന്നേരം ഇത് ചന്ദ്രബോസും സുസ്മിതയൊക്കെ നോക്കി നിൽക്കുകയാണ്. അന്നേരം സുസ്മിത ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. സുസ്മിത പറയുകയാണ് തള്ളയ്ക്ക് തണുപ്പടിച്ചെന്ന് തോന്നുന്നു, ദേ മുളക് കത്തിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഇതേസമയം ശാലിനി ഇങ്ങനെ കാറിൽ പോകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. തുടർന്ന് ജഗദീപ് ആണെങ്കിൽ സുസ്മിത അടുത്തേക്ക് വന്നിട്ടുണ്ട്. ദേ കണ്ടു പഠിക്കടി, നാടൻ കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ, അതാ കപ്പയിൽ മുക്കി അങ്ങോട്ട് കഴിക്കുമ്പോഴേ നീ കഴിച്ചിട്ടുണ്ടാ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ സുസ്മിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രബോസിനും ദേഷ്യം വരികയാണ്. ഇതൊക്കെ എങ്ങനെ അറിയാം, പാചകത്തിൽ ഒരു വശമില്ലാത്ത നിനക്കിതൊന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണ് ചിറ്റപ്പ ഞാൻ പോകണം, ഇവിടെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് ആ ഒരു ദേഷ്യത്തിൽ അങ്ങോട്ട് തിരിയുമ്പോൾ നിൽക്കടി, എന്തായാലും ഇതുവരെ ആയില്ലേ, നമുക്ക് ബാക്കി നോക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ പഠിപ്പിച്ച തരാടി എന്നൊക്കെ ചമ്മന്തി അരയ്ക്കാമെന്നൊക്കെ പറഞ്ഞ് ജഗദീപ് അങ്ങോട്ട് വാചകം നടത്തുന്നുണ്ട്. തുടർന്ന് സുസ്മിത പറയുകയാണ് ശ്യാമ ചതിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ രണ്ട് തള്ളന്മാരും ഇവിടെ നിന്ന് കസർത്ത് കാണിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരിതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. പാചകമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിലും ഭാമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശാരദാമ്മയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതും ദേഷ്യത്തോടെയൊക്കെയാണ് നോക്കുന്നത്. അതേസമയം കുറുപ്പ് സാർ വന്ന് ശാരദാമ്മയോട് പറയുന്നുണ്ട് ഒരു മകൾ ജോലി തിരക്ക് കാരണം പോയെങ്കിലും മറ്റൊരു മകൾ സഹായത്തിനുണ്ടല്ലോ, ഇതാണ് ആ കുടുംബത്തിൻ്റെ ഒരു ഒത്തൊരുമ എന്ന് പറഞ്ഞിട്ട് ആ കൈപുണ്യവും ഇവിടെ അന്തിമ വിജയവും ശാരദാമ്മയ്ക്ക് തന്നെയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചൊന്നും അല്ല വന്നത്, കുറുപ്പ് സാറിന് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ എന്നാലും ശാരദാമ്മയുടെ കൈപുണ്യം തിരിച്ചറിയാതിരിക്കില്ലല്ലോ, അതുകൊണ്ട് വിജയം ശാരദാമ്മയ്ക്ക് തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ സത്യഭാമ ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം അവിടെ ശ്രേയയാണെങ്കിൽ പറയുന്നുണ്ട് ഇനി അവസാന മിനുക്ക് പണികൾക്കായി 2 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ എന്നുള്ളത്.
തുടർന്ന് സമയം കഴിഞ്ഞ് അവസാനത്തെ വിസിലും ശ്രേയ അടിക്കുന്നുണ്ട്. തുടർന്ന് രേഖ മേഡത്തെ അതിൻ്റെ വിധി നിർണ്ണയിക്കാനായിട്ട് അവരുടെ ഭക്ഷണം ടേസ്റ്റ് ചെയ്യാനായിട്ട് വിളിക്കുകയാണ്. ആ സമയത്തിനോടകം തന്നെ അവർ ഉണ്ടാക്കിയ ഭക്ഷണം പിന്നെ സത്യഭാമയാണെങ്കിൽ പിന്നെ കപ്പയും ചമ്മന്തിയും കൂടി ഇലയിലേക്ക് വിളമ്പി വയ്ക്കുന്നുണ്ട്. ശാരദാമ്മ ഇഡ്ഡലിയും കറിയും അതേപോലെ വെക്കുകയാണ്. തുടർന്ന് ആദ്യം സത്യഭാമയുടെ അടുത്തേക്ക് തന്നെ വന്നിട്ട് ഇത് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്, ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ കപ്പയും നാടൻ മുളകരച്ച ചമ്മന്തിയും അതിൻ്റെ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ചുട്ടെടുത്ത മുളക് കൊണ്ട് അരച്ചതാണെന്ന് പറയുമ്പോൾ ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഈ രേഖാ മേഡം ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണിത്, ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതും ഇത് തന്നെയാണ്. ഒന്നുമില്ലായിരുന്ന കാലത്ത് ഞങ്ങൾക്കിത് അമൃത് പോലെയായിരുന്നു, കഴിക്കും തോറും പിന്നീട് ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്വാദ് എല്ലാവരിലേക്കും തന്നെയാണ് പ്രതീക്ഷ എന്ന് പറയുന്നുണ്ട്. അന്നേരം തുടർന്ന് ഈ രേഖാ മേഡമാണെങ്കിൽ അത് കൈകൊണ്ട് തന്നെ സ്പൂൺ മാറ്റിയിട്ട് കൈകൊണ്ട് തന്നെ ആ കപ്പയെടുത്ത് ചമ്മന്തിയിൽ മുക്കി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം ഇതൊക്കെ ചന്ദ്രബോസും ജഗദീപും സുസ്മിതയും ഒക്കെ നോക്കി നിൽക്കുകയാണല്ലോ, രോഹിത്തും ശ്യാമയും എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുകയാണ്, ചിറ്റപ്പ പറഞ്ഞു കേട്ടില്ലേ, സത്യഭാമയാണെങ്കിൽ കപ്പയും ചമ്മന്തിയും കഴിച്ചാണ് ജീവിച്ചിരുന്നതെന്ന്. ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല, അവരെ അറിയാവുന്ന ആരും എന്തായാലും വിശ്വസിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഏറ്റെന്നാണ് തോന്നുന്നത്. അതേ രേഖാ മേഡത്തിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന കണ്ടില്ലേന്നിങ്ങനെ ജഗദീപ് പറയുമ്പോൾ പിന്നെ നിറയും ഭാരതപ്പുഴ കവിഞ്ഞൊഴുകുന്ന പോലെയല്ലേ രണ്ട് കണ്ണിൽ നിന്നും ഒഴുകുന്നത്, നല്ല എരിവാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ചിറ്റപ്പ എനിക്കിവിടെ നിൽക്കാൻ വയ്യ, ഞാൻ എന്തായാലും പോകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ സുസ്മിത പോകുന്നുണ്ട്. പിറകെ ചന്ദ്രബോസ് ആണെങ്കിൽ ജഗദീപിനോട് ദേഷ്യപ്പെട്ടിട്ട് ചന്ദ്രബോസും പോവുകയാണ്. ഈ സമയത്ത് രേഖ മേഡം ആണെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് ശ്രേയയോട് മാർക്കും പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം എന്താ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കിയത്, വെറൈറ്റി നാടൻ ഭക്ഷണം എന്ന് പറയുമ്പോൾ വെറൈറ്റി ഫുഡല്ലേ എല്ലാവരും തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബശ്രീ ഹോട്ടലിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം ഇഡ്ഡലി സാമ്പാറുമാണ്. അപ്പോൾ അത് തന്നെ ഞാനാക്കിയ ഈ ഭക്ഷണം തന്നെ മതിയെന്ന് എനിക്ക് തോന്നി. ജയപരാജയങ്ങളൊക്കെ രണ്ടാമതല്ലേ, മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ലേ ആദ്യം വേണ്ടത് എന്ന് പറയുകയാണ്. തുടർന്ന് ഈ രേഖ മേഡം വേണമെങ്കിൽ ആ പ്ലേറ്റിലാണ് കൊടുത്തത്, പ്ലേറ്റോട് കൂടി എടുക്കുന്നുണ്ട്. ഇഡ്ഡലി എടുത്തിട്ട് അത് സാമ്പാറിൽ മുക്കി ടേസ്റ്റ് ചെയ്യുമ്പോൾ രേഖ മേഡത്തിൻ്റെ മുഖം മാറുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ ഒരു ഉറച്ച മനസ്സോടുകൂടി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. രണ്ടാമതും കഴിച്ച് നോക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഇഷ്ടപ്പെടുന്നില്ല. അത് ശാരദാമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം അതിൽ ശാരദാമ്മ എന്തോ ഒരു കൃത്രിമം അവിടെ കാണിച്ചിട്ടുണ്ട്. കാരണം സത്യഭാമയ്ക്ക് വേണ്ടി ശാരദാമ്മ അവിടെ തോറ്റു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം രേഖ മേഡം ഈ ശ്രേയയോട് മാർക്ക് പറഞ്ഞിട്ടും തിരിഞ്ഞ് ശാരദാമ്മയെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് അവർ സീറ്റിലേക്ക് പോയിരിക്കുന്നുണ്ട്. ഇനി വിജയിയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങാണെന്ന് പറഞ്ഞിട്ട് ശ്രേയ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. രണ്ടുപേരും ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, പക്ഷേ കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയ് പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർക്ക് സാബു വർഗീസ് സാറിന് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞ് ശ്രേയ മൈക്ക് സാബു വർഗീസിന് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെ ഒരു സംരംഭത്തിലൂടെ കോമ്പറ്റീഷനിലൂടെ KPT കമ്പനിക്ക് അവരുടെ ആ ഒരു കറി മസാലയുടെ ലാഞ്ചിങ് നടത്താനായിട്ട് കഴിഞ്ഞാൽ വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിജയെ പ്രഖ്യാപിക്കാനായിട്ട് ഒരുപാട് പ്രസംഗമൊക്കെ ചെയ്യുന്നുണ്ട്, കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വിജയെ പ്രഖ്യാപിക്കാനായിട്ട് രേഖാ മേഡത്തെ ക്ഷണിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് രേഖാ മേഡം മുന്നോട്ട് വരുന്നുണ്ട് മൈക്കൊക്കെ ആയിട്ട്. അന്നേരവും ശാരദാമ്മ പക്ഷേ ഒരു നല്ലത് മനസ്സോടുകൂടി തന്നെ നിൽക്കുകയാണ്. പക്ഷേ സത്യഭാമയ്ക്ക് ആകെ ഒരു ടെൻഷനും വെപ്രാളവും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. കമലനും പിന്നെ നൂറും പൊന്നിയും എല്ലാവരും ഇങ്ങനെ ശാന്തയും ഒക്കെ ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്, ജഗദീപും ഒക്കെ. അതിനുശേഷം പറയുന്നുണ്ട്, നല്ല കടുത്ത മത്സരം തന്നെയായിരുന്നു, രണ്ടുപേരും ഒരുപോലെ മത്സരിച്ചു, വിജയെ കണ്ടെത്തുക എന്നുള്ളത് കാഠിന്യം തന്നെയായിരുന്നു. പക്ഷെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വിജയെ പ്രഖ്യാപിക്കുകയാണ്. കുടുംബശ്രീ ശാരദ 6 മാർക്കാണ് നേടിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ കൈയടിക്കുന്നുണ്ട്, എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുന്നുള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞിട്ട് രേഖ മേഡം പറയുന്നുണ്ട്, കുടുംബശ്രീ ശാരദയേക്കാൾ 2 മാർക്ക് അധികം നേടി 8 പോയിന്റ് നേടി സത്യഭാമ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യഭാമയ്ക്ക് ആകെപ്പാടെയും സന്തോഷമാവുന്നുണ്ട്. ശാന്തയ്ക്കും നൂറിനും പിന്നെ പൊന്നിക്കും കമലനും എല്ലാവർക്കും സന്തോഷം. എല്ലാവരും അങ്ങ് ആർത്ത് അനൂപൊക്കെ അങ്ങ് കൈയടിക്കുകയാണ്. ശാരദാമ്മയും കൂടെ കൈയടിക്കുന്നുണ്ട്. ശ്യാമയും അങ്ങനെ നിൽക്കുകയാണ്. രോഹിത് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സത്യഭാമ അന്നേരം സന്തോഷം കാണിക്കുന്നുവെങ്കിലും ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ശാരദാമ്മയെ നോക്കുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ ചിരിച്ച മുഖത്തോടു കൂടി നിൽക്കുകയേ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ശാരദാമ്മയാണെങ്കിൽ തലേ ദിവസം ശാലിനി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തലേ ദിവസം രാത്രിയാണെങ്കിൽ ശാലിനി ശാരദാമ്മയോട് പറയുന്നുണ്ട്, ഇത് പിന്നെ മത്സരം ജയിക്കേണ്ടത് സത്യാമ്മ ഈ മത്സരത്തിൽ ജയിക്കണം, അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ, എടി നീയല്ലേ പറഞ്ഞത് പിന്നെ
അതിനു മുന്നേ ശാലിനി പറയുന്നുണ്ട്, അമ്മ മത്സരത്തിൽ പങ്കെടുത്താൽ അമ്മ മാത്രമേ ജയിക്കൂ എന്നുള്ളത് അമ്മ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മത്സരത്തിൽ സത്യമ്മ ജയിക്കണമെന്ന്. അന്നേരം അതിനല്ലേ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞതെന്ന്. അന്നേരം അമ്മ പങ്കെടുത്തില്ലെങ്കിലും സത്യമ്മ പരാജയപ്പെടും. പക്ഷേ അമ്മ പങ്കെടുക്കുന്നത് സത്യമ്മയെ ജയിപ്പിക്കാൻ വേണ്ടിയാകണം എന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയാണ് പറയുന്നത്, നീ മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം അവിടെ എന്തായാലും ശാന്തേച്ചി ഉണ്ടല്ലോ. അപ്പോൾ അമ്മയും സത്യാമ്മയും ആയിരിക്കണം അവസാന റൗണ്ടിൽ വരേണ്ടത്. ശാന്തേച്ചി എന്തായാലും അവിടം വരെ കൊണ്ടെത്തി. അപ്പോൾ അവസാന റൗണ്ടിൽ അമ്മ തോറ്റു കൊടുത്താൽ സത്യാമ്മ ജയിക്കുകയും ചെയ്യും. അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയല്ലേ വിഷ്ണുവേട്ടനെ പോലും അകറ്റി നിർത്തിക്കൊണ്ട് സത്യാമ്മ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്ക് സത്യാമ്മയ്ക്ക് വേണ്ടി, വിഷ്ണുവേട്ടൻ്റെ അച്ഛന് വേണ്ടി എനിക്ക് ചെയ്തേ മതിയാകൂ എന്ന് പറയുമ്പോൾ ശാരദാമ്മയെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അന്നേരം നിൻ്റെ ഈ നല്ല മനസ്സൊരു കാണുന്നില്ലല്ലോ മോളെ എന്ന് പറയുമ്പോൾ ഇതെൻ്റെ കടമയാണ്, എനിക്കിത് ചെയ്തേ മതിയാകൂ, എനിക്ക് ആ ഒരു സ്നേഹം മാത്രം മതി എന്ന് അമ്മ ഇത് എനിക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ ശാരദാമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ഒരു സീൻ അതാണ് ശാരദാമ്മ അവിടെ നിന്ന് ഓർക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതേസമയം അവിടെ 10 ലക്ഷം രൂപയും പിന്നെ ചെക്കും ട്രോഫിയും വാങ്ങാനായിട്ട് സത്യഭാമയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ ഭാമയാണെങ്കിൽ ആകെ ആവേശത്തോടു കൂടി സ്റ്റേജിലേക്ക് കയറി പോകുന്നുണ്ട്. അത് കൊടുക്കാനായിട്ട് പിന്നെ ട്രോഫി രേഖാമേടത്തെ കൊടുക്കാനും ചെക്ക് കൊടുക്കാനായിട്ട് സാബു വർഗീസിനെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ മുന്നോട്ട് വരുന്നു. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അന്നേരം ശാരദാമ്മ കൈയിടിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു മനസ്സോടുകൂടി ഇങ്ങനെ സത്യഭാമയെ നോക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ സത്യഭാമ വിചാരിക്കുന്നത് തങ്ങൾ മത്സരിച്ച് ജയിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ശാരദാമ്മയുടെ ആ ഒരു ദയ കൊണ്ടാണ് അവിടെ ജയിച്ചത് എന്നുള്ളത് സത്യഭാമയാണെങ്കിൽ അവിടെ മനസ്സിലാക്കുന്നില്ല. ഇതാണ് പുതിയ വിശേഷങ്ങൾ. പക്ഷേ അടുത്ത എപ്പിസോഡുകളിൽ കാണിക്കുന്നുണ്ട്, പുതിയ പ്രൊമോ വന്നിരിക്കുന്നതിലുണ്ട് രോഹിത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും പിന്നീട് സത്യഭാമയുടെ കയ്യിൽ വിലങ്ങ് വയ്ക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് മുന്നേ ഉള്ള എപ്പിസോഡിലെ ആണെന്ന് തോന്നുന്നു. പക്ഷേ രോഹിത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് ചന്ദ്രബോസിൻ്റെ സാന്നിധ്യത്തിൽ തോമസ് ജോസഫ് ആ ഒരു സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. വിഷ്ണു പുതിയ ഓട്ടോ കൊണ്ടുവരുന്നതും ആ ഒരു ശാരദാമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും കുട്ടികൾ ഓടി വരുന്നതും ശാരദാമ്മ തന്നെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നതും ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്